നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലം പ്രോഡക്റ്റുമായിട്ടാണ്. സ്റ്റാർ വാട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മിനി UPS. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അറിയാമല്ലോ, ഇപ്പം കറണ്ടൊക്കെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മിക്ക വീട്ടിലും വോൾട്ടേജിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റാണിത്. ഇതൊരു മിനി UPS ആണ്. നമ്മുടെ വീട്ടിലെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു UPS. അപ്പോൾ നമുക്കറിയാമല്ലോ, വീട്ടിലെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ കറണ്ട് പോകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഓഫായിട്ട് കറണ്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ തന്നെ ഇത് കുറച്ച് സമയം എടുക്കും വൈഫൈ ഒന്ന് ലോഡായി വരാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് അതിൽ കുത്തിയിടാമെങ്കിൽ കറണ്ട് പോയെന്ന് പറഞ്ഞാലും ഇത് വൈഫൈ കട്ടാകത്തില്ല. ഇതിനൊരു 6 മണിക്കൂറോളം ബാക്കപ്പ് ഉണ്ട്. അതായത് കറണ്ട് ഇല്ലെങ്കിലും ഒരു 6 മണിക്കൂറോളം ഇതിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഇത് പ്രവർത്തിച്ചോളും. ഇത് 5000 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്ത് 3 പിന്നുകളുണ്ട്. ഇത് 5 വോൾട്ട്, അതുപോലെ തന്നെ 9 വോൾട്ട്, അതുപോലെ തന്നെ 12 വോൾട്ട്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന വൈഫൈ മോഡങ്ങൾ വരുന്നത് 9 വോൾട്ടാണ് വരുന്നത് മോഡങ്ങൾ. ചിലയിടത്ത് 12 വോൾട്ടും ഉണ്ട്. അതുപോലെ തന്നെ വൈഫൈ റൂട്ടറുണ്ട്, അത് 12 വോൾട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലും വൈഫൈ മോഡവും ഉണ്ട്, റൂട്ടറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 9 വോൾട്ടും 12 വോൾട്ടും ഉള്ള മേടിച്ചത്. അപ്പോൾ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇത് 12 വോൾട്ട് തന്നെ രണ്ടും ഉള്ളത് മേടിക്കാം, ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇത് മൊബൈൽ വേണമെങ്കിലും ചാർജ് ചെയ്യാം. അതിനുള്ളൊരു കേബിളും തരുന്നുണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ കേബിൾ തന്നെ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ വേണമെങ്കിലും ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ വീടുകളിലൊക്കെ CCTV ഒക്കെ ഉള്ളവർക്കാണെങ്കിലും അറിയാം, കറണ്ട് പോകുന്ന സമയത്ത് ഈ ചെറിയ വൈഫൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന CCTV അത് കട്ടായി പോകും. അപ്പോൾ അതിലൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പവർ സ്വിച്ച് ഇവിടെ ഉണ്ട്. നമ്മളിത് ഈ ഒരു സൈഡിലൊരു ഇതാണ്, നമ്മൾ ചാർജറിൽ നിന്ന് കറണ്ട് കുത്തുന്ന ഇങ്ങോട്ടാണ്. ഇതിനൊരു ഇതുണ്ട്, കേബിളുണ്ട്. ആ കേബിൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് 12 വോൾട്ടാണ് വരുന്നത്. ഇതിവിടെ കണക്ട് ചെയ്യുക. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. ഇത് ഓണാക്കുക, ഇതിപ്പോൾ ഓഫാണ്, ഇത് ഓണാക്കുക. ഓണാക്കുമ്പോൾ ഇവിടെ ഈ ലൈറ്റുകൾ ഇതേ കാണിക്കും ബാറ്ററിയുടെ. ഇതിപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ ബാറ്ററി ഉണ്ട്, ഇതുകൊണ്ട് പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്, ചാർജ് ഉണ്ടെന്നുള്ളതാണ്. ഇതിങ്ങനെ കുത്തിയിടുമ്പം ഇതൊരു ബ്ലൂ കളറിലോ അങ്ങനെ കണ്ടാവും. ചാർജ് കുറവാകുമ്പോൾ റെഡ് കളറാവും. അങ്ങനെ കളർ വ്യത്യാസം ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് അറിയാൻ പറ്റും ഇതിലൂടെ ഇതിൻ്റെ പവറിൻ്റെ ഇത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ മുമ്പ് പറഞ്ഞ പോലെ 5 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട്, അങ്ങനെ 3 ഇതാണ്. ഇത് ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഓപ്ഷനും ഉണ്ട്. ഇത് സ്റ്റാർ വാട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്, മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. നല്ല ക്വാളിറ്റി സാധനം, വെയിറ്റുള്ള ഒരു ഇതാണ്, UPS ആണ്. 5800 mAh ലിഥിയം അയൺ ബാറ്ററി ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും ഇതിൻ്റെ പുറകിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കമ്പനിയുടെ പേര്, അവരുടെ വാട്സപ്പ് നമ്പർ, അവരുടെ സൈറ്റ്, എല്ലാ ഡീറ്റെയിലുകളും പുറകെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി കമ്പനിയാണ്, നമുക്കത് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് വന്ന അൺബോക്സിങ് ഞാൻ നേരത്തെ ഇത് വന്നതായിരുന്നു, അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്താണ് നോക്കിയത്. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്. ഇങ്ങനെയാണ് ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഈ ഒരു സാധനം വന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ച് തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സാധനം പൊട്ടിച്ച് നോക്കിയായിരുന്നു. എന്ന് ചെയ്ത ആ രീതിയിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഏതായാലും ഞാൻ ഇതെല്ലാം നോക്കിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, എൻ്റെ അത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പെട്ടി വന്നത്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് അതിൻ്റെ യൂസർ മാനുവൽ, ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെയാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ചാർജർ, ഇങ്ങനത്തെ ഒരു പിന്നാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ UPS. ഇതാണ് ആ UPS. ഇതിൻ്റെ ഇവിടെ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്, ഒരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ കറണ്ട് കുത്തുന്ന ഭാഗമാണ്. 12 വാൾട്ട്
കറണ്ട് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് അതായത് ഈ ചാർജർ കണക്ട് ചെയ്യേണ്ടത് ഇവിടാണ്. പിന്നെ ഇത് അതിൻ്റെ ഔട്ടാണ്. ഇതുണ്ട് 5 വോൾട്ട് ഉണ്ട്, 9 വോൾട്ട് ഉണ്ട്, 12 വോൾട്ട് ഉണ്ട്. സാധാരണ നമുക്ക് കൂടുതലും ആവശ്യമുള്ളത് ഈ 12 വോൾട്ടാണ്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ചില വീടുകളിലൊക്കെ ഈ വൈഫൈയുടെ മോഡത്തിനൊരു റൂട്ടറും കൂടെ കാണും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ റൂട്ടറും കൂടെ ഉള്ളവർക്ക് ഈ ഒരു ഇതും കൂടെ ആവശ്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊബൈൽ വേണമെങ്കിൽ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ സാധനം വരുന്നത്. ഇനി ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ ഓണാക്കി കുത്തി എപ്പോഴും കറണ്ടിൽ ഓണാക്കി ഇട്ടാച്ചാൽ മതി. കറണ്ട് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളൂ. അതായത് കറണ്ട് പോകുമ്പോൾ യാതൊരു ലാഗും ഇല്ല. അതായത് വൈഫൈ ആയിട്ട് കട്ടാകുന്ന പരിപാടിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് അന്നേരം ഇതിന് സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊരു 5 മണിക്കൂറത്തോളം ഇതിൻ്റെ ബാക്കപ്പ് കിട്ടും. പിന്നെ എല്ലാം കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറയും. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് വൈഫൈ കുത്താനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ മൊബൈൽ വേണമെങ്കിൽ നമുക്ക് ഇതെന്ന് ചാർജ് ചെയ്യാം. അതിൻ്റെ കേബിളൊക്കെ ഇതിൻ്റെ അകത്ത് ഇവർ തരുന്നുണ്ട്. അപ്പം ഈ സാധനം ഇത് ഇച്ചിരി ശകലം വെയിറ്റ് ഉണ്ട്. ബാറ്ററി ഇതാണ് 5800 mAh ലിഥിയം അയൺ ബാറ്ററി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇതാണ് തോന്നുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതതിൻ്റെ കേബിളുകളാണ്. ഇതിൻ്റെ അകത്ത് അത് തന്നെ 2 മോഡൽ പിന്ന് തന്നിട്ടുണ്ട്. ഒന്ന് ചെറുതുമുണ്ട്, ഒന്ന് വലുതുമുണ്ട്. ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. ഈ സൈഡ് 2 ഒന്ന് തന്നെയാണ്. പിന്നെ 2 കേബിളുണ്ട്. 2 കേബിളുണ്ട് കണക്ട് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാവുന്ന 2 കേബിള്. പിന്നെ നമുക്ക് മൊബൈൽ USB ടൈപ്പ് ഒരു ഇതുമുണ്ട്. അതായത് ഇത് നമ്മൾ മൊബൈലിൻ്റെ ചാർജർ കുത്തി നമുക്ക് ചാർജ് ചെയ്യാം. ഇത് കണക്ട് ചെയ്യാവുന്നത്. ഇപ്പം എനിക്ക് ഈ ചാർജറിൻ്റെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ പിന്നുകളുടെ ആവശ്യമില്ല. എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ 2 എണ്ണമാണ് വേണ്ടത്. അപ്പം വൈഫൈയിൽ എന്നപ്പോൾ എൻ്റെ വീട്ടിലെ വൈഫൈയുടെ നിങ്ങൾ മേടിക്കുമ്പം നിങ്ങളുടെ റൂട്ടറിൻ്റെ ഈ വോൾട്ടും കൂടെ ചെക്ക് ചെയ്തിട്ട് മേടിക്കുന്ന നല്ലതായിരിക്കും. ഇത് മേടിക്കുമ്പം ഇത് പല മോഡലുണ്ട്. സാധാരണ വീടുകളിൽ 12 വോൾട്ട് എന്നാണെങ്കിലും നിർബന്ധമായിട്ട് വൈഫൈയുടെ മോഡത്തിന് വേണം. പിന്നെ റൂട്ടറിന് ചിലപ്പം മിക്കവാറും 9 വോൾട്ട് ആയിരിക്കും വരുന്നത്. ചില സ്ഥലങ്ങളിൽ 12 വോൾട്ടിൻ്റെ റൂട്ടറും ഉണ്ട്. അപ്പം 12 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും 12 വോൾട്ട് ഉള്ള മോഡൽ തന്നെ ചേഞ്ച് ചെയ്ത് മേടിക്കാൻ നോക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇത് മൊബൈൽ കുത്താനുള്ളതാണ്. അപ്പോഴിത് ഇനി നമുക്ക് വൈഫൈയുടെ ഞാൻ കാണിച്ചു തരാം ഇരിക്കുന്നത്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്കിതിൻ്റെ വാറണ്ടി 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് 1 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഈ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അവരുടെ ആമസോണിൽ ഇടാമെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഇവർക്ക് ഇത് അയച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇവരത് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം അവർക്ക് ഡയറക്റ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ അയച്ചു കൊടുക്കണം. റിവ്യൂ നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ സർവീസ് ചെയ്ത് തരുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഓൾ ഇന്ത്യ സർവീസിംഗ് ഉണ്ട്. മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, എല്ലാ വിവരങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. സ്റ്റാർ വാട്സ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് നെറ്റിലൂടെ കിട്ടും. അതുമല്ല ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ബാറ്ററിയും പിന്നെ ഈ പിന്നുകളും ഒക്കെ ഉള്ളൂ. വലിയ സംഭവം അഥവാ വല്ല കംപ്ലയിൻ്റൊക്കെ പിന്നീട് സംഭവിച്ചാലും ബാറ്ററിക്ക് ഉണ്ടാകുന്ന കംപ്ലയിൻ്റേ ഉള്ളൂ. ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിന് 2600 രൂപ വില വരുന്നുണ്ട് ഈ പ്രോഡക്റ്റിന്. നമ്മൾ 2699 രൂപ കൊടുത്ത് നമ്മളിത് മേടിച്ചത്. ഇവിടെ വിലയുണ്ട്. 2699 രൂപ കൊടുത്താണ് ഈ സാധനം ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇത് നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മളതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആമസോണിൽ കയറി നോക്കിയായിരുന്നു. എല്ലാവരും മേടിച്ചവർ നല്ല റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇട്ടതിന് ശേഷമാണ് കണ്ടത്, വായിച്ച് നോക്കി ഇത് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് നമ്മളിത് മേടിച്ചത്. പിന്നെ 1 ഇയർ ഗ്യാരൻറ്റി ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്ലേസ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇത് ഇനി കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വൈഫൈ വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം ഇതിങ്ങനെ
കുളമായ ഇത് കിടക്കുന്നത്. വൈഫൈയുടെ അറിയാമല്ലോ, ഇതിൻ്റെ വയറുകളെല്ലാം ഇങ്ങനെ കിടക്കുള്ളൂ. ഇതൊരു മാന്യമായ രീതിയിൽ ഇരിക്കത്തില്ല സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ഇതുണ്ട്, കേബിളുകളെല്ലാം രണ്ട് ഇതുള്ളതുകൊണ്ട് ഇത് രണ്ടെണ്ണം കണക്ട് ചെയ്യണം. ഇതൊന്ന് 12 വോൾട്ടും ഇത് 9 വോൾട്ടുമാണ്. ഈ 9 വോൾട്ട് ഇതെങ്ങോട്ടാണ് പോകുന്നത്? 9 വോൾട്ട് വരുന്നത് ഈ റൂട്ടറിലേക്കാണ് പോകുന്നത്. വൈഫൈയുടെ റൂട്ടറാണ് ഇത്. അതിൻ്റെ മോഡം ഇത് കേരള വിഷൻ്റെ ഇതാണ്. അപ്പോൾ നമുക്കിത് ഇനി മാറ്റി ഇതെല്ലാം അഴിച്ച് കളയണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ രണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളിതിന് മഴ പിന്നെ ഇത് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നോക്കുക, ഇതിൻ്റെ കണക്ഷൻ്റെ ഏതാണ് 9 വോൾട്ട് 12 വോൾട്ട് എന്നുള്ളത് നോക്കിയിട്ടേ കണക്ട് ചെയ്യാവുള്ളൂ. അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് ഇത് കുത്തി നോക്കാം ഇനി. അപ്പോൾ നമ്മൾ സംഭവം ഒന്ന് കുത്തി നോക്കാം. ആദ്യം ഇതെല്ലാം ഊരി ഇടണം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് 9 വോൾട്ട്. സോറി, ഇതാണ് 9 വോൾട്ട്. ഈ മേളിലത്തെ മോഡമാണ് 9 വോൾട്ട്. ഇത് വരുന്നത് 12 വോൾട്ടുമാണ്. അപ്പം നമുക്കിത് നേരെ കണക്ട് ചെയ്തല്ല. ആദ്യം ഇതെല്ലാം ഊരി തുറക്കളയാം. അത്രയും കേബിൾ മാറിയപ്പം തന്നെ അതൊരു വൃത്തിയായി. ഈ ചാർജറിൻ്റെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇത് കുത്തു ഇടുമ്പോഴത്തേന് ഈ ചാർജറിൻ്റെ ഇത് വൈഫൈയുടെ ഇന്നിലോട്ട് കൊടുക്കുക, അല്ല UPSൻ്റെ 12 വോൾട്ട് ഇന്നെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 കേബിൾ കൂടിയുണ്ട്. നമുക്ക് വേണ്ടത് 9 വോൾട്ട് 12 വോൾട്ടാണ്. ഇതിൻ്റെ 9 വോൾട്ട് നമ്മളെടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഇത് തൽക്കാലം നമുക്കിതിവിടെ ഒരു 2 റബ്ബർ ബാൻഡ് വല്ല ഇട്ട് വെക്കാം. നയൻ വോൾട്ട് നമ്മൾ വൈഫൈയുടെ മോഡത്തിലോട്ട് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ഇതിൻ്റെ റൂട്ടറിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓഫാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇതെൻ്റെ ചാർജറാണ്. ഈ ചാർജർ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 എണ്ണം ഔട്ട് 12 വോൾട്ട് ഇതായാലും കൊടുത്തു, 9 വോൾട്ട് ഇതായാലും കൊടുത്തിട്ടുണ്ട്. അപ്പം തൽക്കാലം ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നുള്ളൂ. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തൽക്കാലം വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് സ്വിച്ച് ഓഫാണ്. ഇതാണ് ഇതിൻ്റെ സ്വിച്ച് കേട്ടോ. ഇത് 2 ഇതിൻ്റെ കൂടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓണാക്കുമ്പോഴേ ഇത് കത്തുള്ളൂ. കണ്ടോ, ലൈറ്റ് കത്തി. ഇതിവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചാർജിങ് ആണ്. ഇപ്പോൾ ഇത് പവർ ഓഫാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വൈഫൈയുടെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ലൈറ്റുകളുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഓണാക്കി കൊടുക്കാം. കണ്ടോ, ഇത് ഓണാക്കിയപ്പം ഇവിടെ എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം വൈഫൈ വർക്കാവുന്നുണ്ട്. വൈഫൈ ഓൺ ആയിക്കോളൂ. നമുക്കിനി തൽക്കാലം ഈ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ട്, ഇത് ഓഫ് ചെയ്താലും വർക്ക് ചെയ്യും.
കണ്ടോ, വൈഫൈ കട്ടായിട്ടില്ല, സ്വിച്ച് ഓഫാണ്. അതായത് സപ്ലൈ എന്നുള്ള നമ്മൾ ഊരി വിട്ടാലും സംഭവം വർക്കിങ്ങാണ്. നമുക്ക് തൽക്കാലം ഓണാക്കി തന്നെ ഇട്ടേക്കാം. ചാർജ് കയറട്ട്. ഇത് ചുമ്മാ ഒത്തിരി ഉണ്ട്, ഈ രണ്ട് സാധനമുണ്ട്. ഇത് തന്നെ ഇതിങ്ങനെ ഒത്തിരി വയറുകൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഇതിങ്ങനെ തൂങ്ങിക്കിടന്നൊരു മൊത്തത്തിൽ ശല്യമായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇത് ഡയറക്റ്റ് ഇനി അങ്ങോട്ട് കുത്തിയാൽ മതി. മറ്റേ ഇത് രണ്ടെണ്ണം കുത്താൻ വേണ്ടിയാണ് ഇതിങ്ങനെയൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു സോക്കറ്റിനകത്ത്, ഇത് ഇൻ്റർനാഷണൽ സോക്കറ്റ് ആയതുകൊണ്ട് ഇത് അതുമായിട്ട് ഇതൊരു സ്യൂട്ടിങ് ആകത്തില്ലായിരുന്നു, അതായത് എപ്പോഴും ലൂസ് ആകുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കി കൊടുത്തത്. ഈ ഒരു കണക്ടർ മേടിച്ചത് ഇതായിരുന്നു ഇവിടെ കുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ സോക്കറ്റ് ആയതുകൊണ്ട് ഇത് ലൂസ് ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ടാക്കിയത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കിടിലം പ്രൊഡക്റ്റാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഇതെല്ലാവരും മേടിച്ച് വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മൊബൈൽ വേണമെങ്കിലും അത്യാവശ്യം ചാർജ് ചെയ്യാം. അതായത് കുത്തി കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു മിനി UPS നമുക്ക് മിക്കവർക്കും വീട്ടിൽ നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. മിക്കവർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ പല മോഡൽ കമ്പനി സാധനങ്ങൾ വേറെയും മേടിക്കാൻ കിട്ടും. ഇതിനൊരു 2699 രൂപ വിലയുണ്ട്. 1000 രൂപ മുതലുള്ള സാധനങ്ങളും അതിന് താഴോട്ടുള്ളത് കൊണ്ട് നിങ്ങളൊരു 1000 രൂപ മുകളിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ നോക്കുക മേടിക്കുമ്പോൾ. അപ്പം ഈ ലിങ്ക് വഴി തന്നെ നിങ്ങൾ കയറി നോക്കി ഒത്തിരി പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. ഈ ഒരു മിനി UPSകൾ പല മോഡൽ പല കമ്പനികളുടെ സാധനമുണ്ട്. അപ്പം ഓരോന്നിൻ്റെയും ഇതിൻ്റെ റിവ്യൂവും ഓരോരുത്തർ മേടിച്ചതിൻ്റെ ഇതൊക്കെ കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് ഫുൾ ടൈം നമ്മൾ കറണ്ട് കുത്തി ഇടുക ചെയ്യേണ്ടത്, ഓഫ് ചെയ്യുകയേ വേണ്ട. എപ്പോഴും സ്വിച്ച് ഓണാക്കി കുത്തി അങ്ങിട്ടേക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് കയറിക്കോളും. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ഉണ്ട്. അതായത് ആവശ്യമുള്ള കറണ്ട് വലിച്ചെടുത്തിട്ട് പിന്നെ ഓഫ് ചെയ്യും. പിന്നെ ഇത് കറണ്ട് ആവശ്യമില്ല. പിന്നെ കറണ്ട് പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തേരം ബാറ്ററിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു അത് മാത്രമേ തിരിച്ച് കറണ്ട് എടുക്കുന്നുള്ളൂ. കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയുടെ ബാക്കപ്പ് എടുത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുൾ ടൈം കുത്തിയിടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഒത്തും പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പവും പറ്റത്തില്ല. ഇത് വോൾട്ടേജ് വേരിയേഷനുകൾ ഇങ്ങനെയുള്ളതിനൊക്കെ ഉള്ള വീടുകൾക്കും ഒക്കെ നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർ വാട്സ് കമ്പനിയുടെ മിനി UPSനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായി എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ.